ഒരു കൊതുക് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ കൊതുക് വന്ന് കടിക്കും അല്ലേ? രാത്രി ലൈറ്റ് ഓഫ് ആക്കിയാൽ നമുക്ക് കണ്ണ് കാണൂല, നമ്മുടെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത് പോലും നമുക്ക് തിരിച്ചറിയില്ല. പിന്നെ അതിനിസാരമായിട്ടുള്ള ഒരു കൊതുകിനെ എങ്ങനെ അത് തിരിച്ചറിയാൻ സാധിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഇരുട്ടത്ത് വന്ന് നമ്മളെ കടിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത്? രണ്ട് കാര്യങ്ങളാണ് സയൻസ് പറയുന്നത്. ഒന്ന്, നമ്മൾ പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിലൂടെ മനസ്സിലാവും എന്ത്, ഇതൊരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്നുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളാരും കണ്ടിട്ടില്ല, നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ മനുഷ്യൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു എന്നുള്ളത് ആരാണ്? നമ്മൾ പണ്ട് പഠിച്ചതാണ്. അത്രേ ഉള്ളൂ, ആ അറിവേ നമുക്കുള്ളൂ. പക്ഷെ കൊതുകിന് മനസ്സിലാവും. കൊതുകിന്റെ കാലിൽ സെൻസേഴ്സ് ഉണ്ട്, ഹീറ്റ് സെൻസേഴ്സ് ഉണ്ട്. ഒരു ടെമ്പറേച്ചറിന്റെ 10-1 വ്യത്യാസം വന്നാൽ കൊതുകിന് മനസ്സിലാവും. നമ്മുടെ അന്തരീക്ഷ താപനില ഒരു 30 ഡിഗ്രി ആയിരിക്കും, മനുഷ്യന്റെ ശരീരത്തിലെ താപനില 37 ഡിഗ്രിയാണ്. അതിന്ന് മനസ്സിലാവും എന്ത്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, എനിക്ക് ചോര കുടിക്കാം. എങ്ങനെയാണ് ഒരു കൊതുകിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്? ഇത് വിരൽ ചൂണ്ടുന്നത് ഒരു സൃഷ്ടാവിലോട്ടാണ് അല്ലെ? ഇത് വിരൽ ചൂണ്ടുന്നത് ഒരു സൃഷ്ടാവിലോട്ടാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖസ് സമാവാതി വൽ അർള ബൽ ലാ യുഖിനൂൻ. അതായത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എങ്ങനെയാണ് യാതൊരു വസ്തുവിൽ നിന്നും അല്ലാതെ ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു മൈക്ക് ഇവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ലായ്മ നിന്നുണ്ടായതാണോ? ഇത് നത്തിങ്നെസ്സിൽ നിന്നുണ്ടായതാണോ? അല്ല. അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അതല്ല, അവരാണോ ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചത്? അല്ല, അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. ഖുർആൻ പറയാണ് അല്ലേ, നമ്മുടെ സൃഷ്ടിപ്പ് എന്നുള്ളത്, നമ്മുടെ പ്രകൃതി എന്നുള്ളത് വലിയ അത്ഭുതങ്ങളാണ് നമുക്ക് കാഴ്ചവെക്കുന്നത്.